ഗുഡ് മോർണിംഗ്. 76ാമത് റിപ്പബ്ലിക് ഡേ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടേണ്ട ഒരു ഹോളിഡേ ആണ് ശരിക്കും മിസ്സായത്. അത് മാറ്റി നിർത്താം. എന്തായാലും വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ജീവൻ കളഞ്ഞിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് ഓർത്തുകൊണ്ട് ഇന്നത്തെ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും എല്ലാവർക്കും 76ാമത് റിപ്പബ്ലിക് ഡേ വിഷസ്. ഇത് നമ്മളുടെ 62ാമത് എപ്പിസോഡാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ പറയുന്നത് യൂട്യൂബിന്റെ അൽഗോരിതത്തിലോട്ട് ഒരു വീഡിയോ കയറണമെന്നുണ്ടെങ്കിൽ ലൈക്കിന്റെ അല്ലെങ്കിൽ കമന്റ്സിന്റെ ഒക്കെ എണ്ണം വീഡിയോയുടെ ഇന്ററാക്ഷൻ അനുസരിച്ചിട്ടാണെന്നാണ് പറയുന്നത്. സോ ഈ ഒരു സെഗ്മെന്റ് സൺഡേ ടെക് ടൈം എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മൾ കാത്തിരുന്ന സാംസങ് ഗാലക്സി S25 സീരീസ് ഫോണുകൾ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 3 ഫോണുകളാണ്, S25, S25 Plus, S25 Ultra. അതിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന S25 സ്ലിം എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ടായിരുന്നു. സ്ലിം എന്നല്ല, S25 എഡ്ജ് എന്നാണ് അതിന്റെ പേര് വരുന്നത്. ആ ഒരു ഫോൺ ലോഞ്ച് ചെയ്തില്ല. ഇവന്റിന്റെ അവസാനം ജസ്റ്റ് ഒന്ന് ടീസ് ചെയ്ത് പോയി. അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞത്. അതിന്റെ ഇന്റേണൽ സ്പെക്ക് എന്താണെന്നോ ബാക്കി ഒന്നും തന്നെ വന്നിട്ടില്ല. അല്ല, അതിന്റെ ഒരു ഡിസൈൻ അവർ പുറത്തു വിട്ടു, അത്രമാത്രം. എനിവേ ആ ഒരു ഫോണുകൾ, ഈ പറയുന്ന S25 സീരീസ് ഫോണുകളെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഞാൻ ഡിസപ്പോയിന്റഡ് ആണ് കേട്ടോ. കുറെ കൂടിയൊക്കെ ഞാൻ ബെറ്റർ ആയിട്ട് ഞാൻ പ്രതീക്ഷിച്ചു. ശരിയാണ്, സോഫ്റ്റ്വെയർ സൈഡിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. AI അവർ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റിൽ ആ ഫോണുകളുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ അതിന്റെ ഹാർഡ്വെയർ ആണെങ്കിലും അതിന്റെ ഡിസൈൻ ആണെങ്കിലും ശരിക്കും ഞാൻ ഡിസപ്പോയിന്റഡ് ആണ്. കുറച്ചും കൂടി ബെറ്റർ ഞാൻ പ്രതീക്ഷിച്ചു. എനിവേ S25ന്റെ പ്രൈസ് വരുന്നത് 80,999, S25 പ്ലസിന് 1,00,000 രൂപ, S25 അൾട്രയ്ക്ക് 1,30,000 രൂപ. ഇങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഈ പറയുന്ന S25 ഫോൺ സീരീസ് ഫോണുകൾ കൂടാതെ അവരുടെ XR ഗ്ലാസ്, അതുകൂടാതെ ഇനി വരാൻ പോകുന്ന ട്രൈഫോൾഡ് ഫോൺ ഉണ്ടല്ലോ, അതിനൊക്കെ ജസ്റ്റ് ഒന്ന് ആ ഒരു ഇവന്റിൽ അവർ ടീസ് ചെയ്തു പോയി. സോ സാംസങ് ഗാലക്സി S25 സീരീസ് ഫോണുകൾ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റിയൽമിയുടെ സൈഡിൽ നിന്ന് ബഡ്സ് വയർലെസ് 5ANC എന്ന് പറയുന്ന നെക്ക് ബാൻഡിന്റെ സെയിൽ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 50 GB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ടൊക്കെ വരുന്ന ഈ ഒരു നെക്ക് ബാൻഡിന്റെ പ്രൈസ് വരുന്നത് 1599 രൂപയ്ക്കാണ്. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന്, ആമസോണിൽ നിന്ന്, റിയൽമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നൊക്കെ ഈ ഒരു നെക്ക് ബാൻഡ് വാങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റുകളാണ് കേട്ടോ ഈ ഒരു ബഡ്സ് വയർലെസ് സീരീസിൽ വരുന്ന നെക്ക് ബാൻഡുകൾ ഉണ്ടല്ലോ. ഇനി കഴിഞ്ഞ വർഷം ഇറങ്ങിയത് ഈ പറയുന്ന ബഡ്സ് വയർലെസ് 3 ആയിരുന്നു. ഈ വർഷം ഇറങ്ങിയത് 5 ആണ്. സോ ഇതിന്റെ ഇടയിൽ വരുന്ന 4 എവിടെ പോയി എന്നുള്ളത് അറിയില്ല. എന്തായാലും റിയൽമി ബഡ്സ് വയർലെസ് 5ന്റെ സെയിൽ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോയ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ സൈഡിൽ നിന്ന് കുറച്ചധികം പ്രൊഡക്റ്റുകൾ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ടാഗ് 1 എന്ന് പറയുന്ന സ്മാർട്ട് ട്രാക്കർ, നമ്മൾ ആപ്പിളിന്റെ എയർ ടാഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? സോ അതേപോലത്തെ സെയിം പ്രൊഡക്റ്റ് തന്നെയാണ്. സോ ഒരുപാട് മറവിയുള്ള ആളുകളാണെങ്കിൽ, സാധനങ്ങൾ അവിടെ ഇവിടെ ഒക്കെ വെച്ച് മറന്നു പോകുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ്ഫുൾ ആയിരിക്കും. ഈ ടാഗ് 1 എന്ന് പറയുന്നത് നമുക്ക് ആൻഡ്രോയിഡിലും iOS-ലും രണ്ടിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1499 രൂപ മുതലാണ്. അതേപോലെ എയർവേവ് മാക്സ് 5 എന്ന് പറയുന്ന ഓവർ ദ ഹെഡ് ഇയർഫോണും ലാസ്റ്റ് വീക്ക് നോയ്സ് ഇന്ത്യയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അത്യാവശ്യം സ്പെക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട്, IP റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കാണാനും കൊള്ളാം. ഇനി ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4999 രൂപ മുതലാണ്. അതുകൂടാതെ അവരുടെ കളർ ഫിറ്റ് സീരീസിൽ വരുന്ന കളർ ഫിറ്റ് Pro 6, കളർ ഫിറ്റ് Pro 6 മാക്സ് എന്ന് പറയുന്ന 2 സ്മാർട്ട് വാച്ചുകളും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ കളർ ഫിറ്റ് Pro 6ന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5999 രൂപ മുതലാണ്. കളർ ഫിറ്റ് Pro 6 മാക്സിന്റെ പ്രൈസ് വരുന്നത് 7499 രൂപ മുതലാണ്. ഇനി ഇത്രയും പ്രൊഡക്റ്റുകൾ ലാസ്റ്റ് വീക്ക് നോയ്സിന്റെ സൈഡിൽ നിന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ മാസം 28-ാം തീയതി ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്ന് സ്മാർട്ട് 9 HD എന്ന് പറയുന്ന ഒരു ഫോൺ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ അതിന്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി 10,000 രൂപയ്ക്ക് താഴെ വില വരുന്ന ഈ ഒരു ഫോണ് മോസ്റ്റ് ഡ്യൂറബിൾ ഫോൺ ആയിരിക്കും എന്നുള്ളതാണ് ഇൻഫിനിക്സ് ടീസ് ചെയ്യുന്നത്. എനിവേ ഹീലിയോ സീരീസിൽ വരുന്ന ഒരു പ്രൊസസ്സർ, 13 മെഗാ പിക്സലിന്റെ റിയർ ക്യാമറ, പിന്നെ 3 അല്ലെങ്കിൽ 4 GB വരുന്ന റാം, അങ്ങനെയൊക്കെ വളരെ മിനിമം സെറ്റപ്പിലാണ് വരുന്നത്. എന്തായാലും ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്ന് സ്മാർട്ട് 9 HD എന്ന് പറയുന്ന ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു ഫോൺ ഈ മാസം 28-ാം തീയതി ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന iOS 18.3 അപ്ഡേറ്റ് മുതൽ നമുക്ക് ആപ്പിൾ ഇന്റലിജൻസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്ത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ആപ്പിൾ AI എനേബിൾ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. സോ ഈ മാസം അവസാനത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ iOS 18.3 ആപ്പിൾ പുറത്തുവിടും എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഇന്ത്യയിൽ നമുക്ക് ഈ പറയുന്ന ആപ്പിൾ ഇന്റലിജൻസ് യൂസ് ചെയ്യാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല കേട്ടോ. സോ അതും ഈ പറയുന്ന iOS 18.3 മുതൽ അത് ഇന്ത്യ അടക്കം ഒരുപാട് രാജ്യങ്ങളിലോട്ട് കൂടുതലായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം. സോ iOS 18.3 വരുന്നതോട് കൂടിയിട്ട് നമുക്ക് ആപ്പിൾ ഇന്റലിജൻസ് യൂസ് ചെയ്യാനായിട്ട് രജിസ്റ്റർ ചെയ്ത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല എന്നാണ് പറയുന്നത്.
ഐടെൽ എന്ന് പറയുന്ന കമ്പനിയുടെ സൈഡിൽ നിന്ന് S9 അൾട്ര എന്ന് പറയുന്ന ഒരു TWS ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 899 രൂപയ്ക്ക് പ്രൈസ് വരുന്ന ഈ ഒരു TWSൽ 30 മണിക്കൂറിന്റെ പ്ലേ ബാക്ക് ടൈമും അതുകൂടാതെ 360 ബാസ് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഐടെൽ S9 അൾട്ര എന്ന് പറയുന്ന TWS ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിന് മുന്നും കണ്ടിട്ടുള്ളതാണ്, നത്തിങ് ഒരു പ്രൊഡക്റ്റ് പുറത്തിറക്കുന്നതിന് മുന്നായിട്ട് കുറേ വണ്ടിൻ്റെയും തവളയുടെയും തത്തയുടെയും ഫോട്ടോ ഒക്കെ അവർ ട്വീറ്റ് ചെയ്യാറുണ്ട്. സോ കഴിഞ്ഞ ദിവസം ഒരു പോക്കിമോൻ്റെ ഫോട്ടോ അവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിന്നാലെ ഒരു ഫോണിൻ്റെ സ്കെച്ച്, പിന്നെ കുറച്ച് അഡീഷണൽ ആക്സറീസ് സംഭവങ്ങളൊക്കെ അവർ ഇതുപോലെ ഒരു ട്വീറ്റായിട്ട് വിട്ടിട്ടുണ്ട്. സോ അധികം വൈകാതെ നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് എക്സ്പെക്ട് ചെയ്യാം. അതെന്താണെന്നുള്ളത് ഇതുവരെ വന്നിട്ടില്ല. സോ എല്ലാവരും പറയുന്നത് അത് നത്തിങ് ഫോൺ 3A ആയിരിക്കാം, അല്ലെങ്കിൽ 3A പ്ലസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഒറിജിനൽ നത്തിങ് ഫോൺ 3 ആയിരിക്കാം എന്നുള്ളതാണ് പറയുന്നത്. സോ അധികം വൈകാതെ നത്തിങ്ങിന്റെ സൈഡിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് എക്സ്പെക്ട് ചെയ്യാം. ചൈനീസ് ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് ഷവോമി 15 ഒരു സ്പെഷ്യൽ റെഡ് കളർ വേരിയന്റ് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. റെഡ് പിങ്ക് ഒക്കെ പോലത്തെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കളർ. എന്തായാലും ഈ ഒരു വേരിയന്റ് ഇന്ത്യയിലോട്ട് വരാനൊന്നും പോകുന്നില്ല. ഇത് ചൈനീസ് ന്യൂ ഇയർ സ്പെഷ്യൽ വേരിയന്റ് ആണ്. സോ നല്ലൊരു റെഡ് കളർ വേരിയന്റ് ഷവോമി 15 ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് iQ Neo 10 സീരീസ് ഫോണുകൾ ഇന്ത്യയിൽ എപ്പോൾ ലോഞ്ച് ചെയ്യും എന്നുള്ളത്. അതിലെന്തായാലും iQ Neo 10R എന്ന് പറയുന്ന മോഡൽ അധികം വൈകാതെ മിക്കവാറും ഫെബ്രുവരി മാസത്തിൽ തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും എന്നുള്ളതാണ് കേൾക്കുന്നത്. അതിൽ വരുന്നത് സ്നാപ്ഡ്രാഗൺ 8S Gen 3 എന്ന് പറയുന്ന അത്യാവശ്യം കാപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രൊസസ്സർ വെച്ചിട്ടായിരിക്കും. സോ ആ ഒരു പ്രൊസസ്സർ ആയതുകൊണ്ട് തന്നെ 30,000 രൂപയ്ക്ക് താഴെയാണ് iQ Neo 10R എന്ന് പറയുന്ന ആ ഒരു മോഡലിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ iQ Neo 10R എന്ന് പറയുന്ന മോഡൽ അധികം വൈകാതെ നമുക്ക് ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യാം. വാട്സാപ്പിൽ ഒരു കിടിലൻ അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. അതായത് നമ്മൾ വാട്സാപ്പിൽ ഇടുന്ന സ്റ്റാറ്റസ് ഉണ്ടല്ലോ, അത് ഒരേ സമയം ഫേസ്ബുക്കിലോട്ടും ഇൻസ്റ്റാഗ്രാമിലോട്ടും ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിലവിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫേസ്ബുക്കിലോട്ടും പോകും. പക്ഷെ നമുക്കത് വാട്സാപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അത് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ട് വേണം നമുക്ക് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇടാനായിട്ട്. ഇനി മുതൽ അതിൻ്റെ ആവശ്യമില്ല. വാട്സാപ്പിൽ ഇടുന്ന സമയത്ത് തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോട്ടും ഫേസ്ബുക്കിലോട്ടും അത് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ അടുത്ത അപ്ഡേറ്റിൽ ഈ പറയുന്ന ഫീച്ചർ എക്സ്പെക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ ഈ പറയുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത് പിന്നെ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊക്കെയാണ് ഈ വാട്സാപ്പിലിട്ട് ഇടുന്നത്. സോ ഇനി അതിൻ്റെ ആവശ്യമില്ല. 3 സ്ഥലത്തും ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ഫേസ്ബുക്ക് ഒരേ സമയം വാട്സാപ്പ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഐഫോൺസിൽ ട്രൂ കോളർ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമുക്ക് ആൻഡ്രോയിഡ് ഫോണുകളിൽ കിട്ടുന്ന പോലുള്ള ലൈവ് കോളർ ID നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊന്നും iOS കിട്ടാറില്ല. അത് ബ്ലോക്ക്ഡ് ആണ്. ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായിരിക്കുകയാണ്. നമുക്ക് ആൻഡ്രോയിഡ് ഫോണുകളിൽ എങ്ങനെയാണോ ലൈവ് കോളർ ID നോട്ടിഫിക്കേഷൻ വരുന്നത്, അതേപോലെ തന്നെ ഇനി മുതൽ iOS കിട്ടും. സോ ആ ഒരു കാരണം കൊണ്ട് ഐഫോൺസ് ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായിരിക്കുകയാണ്. ആൻഡ്രോയിഡിൽ എങ്ങനെയാണോ ട്രൂ കോളർ വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇനി iOS വർക്ക് ചെയ്യും. ഞാൻ പേഴ്സണലി ട്രൂ കോളർ യൂസ് ചെയ്യുന്ന ഒരാളല്ല. സോ യൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമ്മുടെ അവസാന ന്യൂസ്, അതേപോലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഇത് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് BSNL, ജിയോ, എയർടെൽ ഈ 3 കണക്ഷനിൽ ഏതെങ്കിലും ഒന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ പറയുന്ന ഏതെങ്കിലും ഒന്നിന് മാത്രമേ റേഞ്ച് ഉള്ളൂ എന്നുണ്ടെങ്കിൽ പരസ്പരം നെറ്റ്വർക്ക് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് വോയിസ് കോൾ ചെയ്യാൻ പറ്റും, ഡാറ്റ 4G ഡാറ്റ യൂസ് ചെയ്യാൻ പറ്റും, SMS അയക്കാൻ പറ്റും. ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഫോണിൽ സെറ്റിംഗ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട. അവർ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് തമ്മിലുള്ള ഒരു കൊളാബറേഷൻ ആണെന്നാണ് പറയുന്നത്. ICR ഇൻട്രാ സർക്കിൾ റോമിംഗ് എന്നൊക്കെയാണ് ഇതിനെ പേരിട്ടിരിക്കുന്നത്. സംഗതി എന്തായാലും കേട്ടിട്ട് കൊള്ളാം, നന്നായിട്ടുണ്ട്. കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇതിന് ഏതെങ്കിലും ഒന്നിനെങ്കിലും റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു വോയിസ് കോൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇത് ഉപകരിക്കും. ഈ ഒരു സെറ്റപ്പിൽ നമ്മുടെ VI പെടില്ല കേട്ടോ, അവരിതിലില്ല. എയർടെൽ, ജിയോ, BSNL ഇവർ മാത്രമേ ഉള്ളൂ. സംഗതി എന്തായാലും നന്നായിട്ടുണ്ട്. വളരെ അടിപൊളി ഒരു പരിപാടി തന്നെയാണ്. അപ്പോൾ അത്രയ്ക്കാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകൾ. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ പറ്റുമെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ചിട്ട് പോവുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.